ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുജനനത്തിനു വേണ്ടി പരിശുദ്ധ സഭയെ ഒരുക്കുന്ന ആഴ്ചകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും ഈ ഞായറാഴ്ചകളിലൊക്കെയും കർത്താവിൻ്റെ ജനനത്തിൻ്റെ മുന്നോടിയായി സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായി പരിശുദ്ധ സഭ ഈ വായനാഭാഗങ്ങളൊക്കെയും ക്രമീകരിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ജനനം പൊടുന്നനവേ ഉണ്ടായ ഒരു സംഭവമല്ല. അതിനുവേണ്ടി യുഗകാലങ്ങളിലെ ഒരുക്കങ്ങൾ, അതിന് കാലത്തികയിൽ വരുന്ന ഒരുക്കങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായി പരിശുദ്ധ സഭ ഇതേപോലെയുള്ള വേദഭാഗങ്ങൾ ഇനിയും ക്രിസ്മസ് വരെയുള്ള ആഴ്ചകളിൽ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ടത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ ഭാഗങ്ങളിലുള്ള മറിയാം എലിശബായെ സന്ദർശിപ്പാനായി യഹൂദ മലനാട്ടിലേക്ക് തിടുക്കത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കയറി ചെല്ലുന്ന ആ സംഭവമാണ്. നമുക്കറിയാം, ഇവർ രണ്ടുപേരും ചാർച്ചക്കാരാണ്, ബന്ധതയിലുള്ളവരാണ്. പ്രത്യേകിച്ച് എലിശബായുടെ ഈ സന്തോഷവർത്തമാനം കേട്ട വേളയിൽ ആ എലിശബായെ സന്ദർശിപ്പാനായി മറിയാം ബന്ധപ്പെട്ട് അവിടേക്ക് ചെന്നു. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. തിടുക്കത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് യഹൂദ മലനാട്ടിലേക്ക് മറിയാം ഓടി ചെന്നു. എലിശബായെ അഭിവാദനം ചെയ്യുവാനുള്ള ഉത്കടമായ വാഞ്ചയോടുകൂടി എലിശബായെ കാണുവാനായി യഹൂദ മലനാട്ടിലേക്ക് ഓടിപ്പോകുന്ന മറിയാമിൻ്റെ ചിത്രമാണ് ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. പഴയ നിയമത്തിൽ അബ്രഹാം 3 മാലാഖമാരെ കണ്ടപ്പോൾ അവൻ തിടുക്കത്തിൽ ഓടിച്ചെന്ന് സാറായോട് മാവ് കുഴച്ച് അപ്പമുണ്ടാക്കി ഈ ദൈവദൂതന്മാരെ ആദരിപ്പാനായി സൽക്കരിപ്പാനായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമെന്ന് പറഞ്ഞിടത്തും ഈ വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ തിടുക്കത്തിൽ സന്തോഷത്തോടെ അത്യധികം ആഹ്ലാദത്തോടെ മറിയാം നടത്തിയ ഒരു യാത്രയാണ്. ആ മറിയാമിൻ്റെ യാത്രയോടുകൂടി നമ്മുടെ കർത്താവും മറിയാമിനോടൊപ്പം ആ യഹൂദ മലനാട്ടിലേക്ക് വരികയാണ്. മനുഷ്യനെ സന്ദർശിക്കുവാനായി ദൈവം ഇറങ്ങി വരികയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വാർദ്ധക്യത്തിൻ്റെ ചിത്രമാണ്, വന്ധ്യതയുടെ ചിത്രമാണ്, ബലഹീനതയുടെ ചിത്രമാണ്. ഇങ്ങനെ ഏറ്റവും നിരാശാജനകമായ വരണ്ട കാലാവസ്ഥയിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത സന്ദർഭത്തിലാണ് മനുഷ്യനെ സന്ദർശിപ്പാനായി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. മറിയാമിൻ്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിശബ അത്യധികം സന്തോഷിച്ചു. സത്യം പറഞ്ഞാൽ എലിശബായേക്കാൾ സന്തോഷം എലിശബായുടെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാനാണ്. സന്തോഷത്തോടെ കുതിച്ച് തുള്ളി കർത്താവിനെ ആദരിപ്പാനായി സ്വീകരിപ്പാനായി ആ സന്തോഷം തൻ്റെ മാതാവിൻ്റെ വായിലൂടെ കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നു. മറിയാമും എലിശബായും തമ്മിൽ പ്രായത്തിൽ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് വലിയ വ്യത്യാസമുണ്ട്. കേവലം ഒരു ബാലികയായ മറിയാം വാർദ്ധക്യത്തിലിരിക്കുന്ന എലിശബായെ കാണുവാൻ വന്നപ്പോൾ എലിശബ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. ആ അറിവ് എലിശബായ്ക്ക് ലഭിച്ചത് തൻ്റെ ഉദരത്തിലുള്ള യോഹന്നാൻ്റെ സന്തോഷത്തിലൂടെയാണ്. നിൻ്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ പ്രജ സന്തോഷത്തോടെ കുതിച്ച് ചാടി. എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കലിലേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി. അങ്ങനെ കേവലം ഒരു ബാലികയെ എൻ്റെ കർത്താവിൻ്റെ മാതാവെന്ന് സംബോധന ചെയ്യത്തക്ക വിധത്തിലുള്ള അറിവിലേക്ക് എലിശബ ഉയരുകയാണ്.
അതിന് കാരണഭൂതമായത് ഗർഭസ്ഥ ശിശുവായ യോഹന്നാൻ്റെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, പഴയ കാലത്തൊക്കെ ഗർഭിണികളായി കഴിഞ്ഞാൽ നല്ലത് കഴിക്കുക, നല്ലത് കേൾക്കുക, നല്ല അന്തരീക്ഷത്തിൽ ആ ശിശുവിനെ രൂപപ്പെടുത്തുന്നതിന് പഴയ കാലത്ത് വലിയ നിഷ്കർഷകളുണ്ടായിരുന്നു. ഇന്ന് നിഷ്കർഷയുള്ളത് ഓരോ മിനിറ്റിലും ഡോക്ടറെ കണ്ട്, ഓരോ ദിവസവും ഡോക്ടറെ കണ്ട് ആശുപത്രി പോകുന്നത് കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നിഷ്കർഷ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ നമ്മുടെ ഭൗതികമായി കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പാടില്ല എങ്കിലും ഈ വന്ദനസ്വരം ചെവിയിൽ പതിച്ചപ്പോൾ ഉദരത്തിൽ പ്രജ സന്തോഷത്തോടെ തുതിച്ചുതാടി. കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിപ്പാനായിട്ട് യോഹന്നാന് സാധിച്ചു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു. കുഞ്ഞുങ്ങൾക്കങ്ങനെ തോന്നണം. ആ വിധത്തിൽ അവരെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ കർത്താവിന് കൊടുത്തു. പരമല പെരുന്നാളിന് ഒസ്താത്യോസ് തിരുമേനി പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് വേദപുസ്തകം തന്നു, പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാത്ത കുടുംബം ക്രിസ്ത്യാനിയുടെ കുടുംബമല്ല എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എത്ര ഭവനങ്ങളിൽ പതിവായ കുടുംബ പ്രാർത്ഥനകൾ, വേദപുസ്തകം വായനകൾ, ഇങ്ങനെ ദൈവവചനങ്ങൾ ശ്രവിക്കുന്നതിനും കേൾക്കുന്നതിനും ആനന്ദിക്കുന്നതിനുമുള്ള അവസരം തുലോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടത്തേത് ഒരു പരുവത്തിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും രാവിലത്തേത് തീരെയില്ല. ആരെങ്കിലും എണ്ണിച്ച് കുരിശ് വരച്ചേച്ച് പോകുന്നെങ്കിലായി, അല്ലെ ചില ഭവനങ്ങളിൽ വല്ലവരും പ്രായമുള്ളവർ പ്രാർത്ഥിച്ചെങ്കിലായി. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനായി വലിയ ശക്തിയുള്ള വലിയൊരു എനർജിയാണ്. ആയതുകൊണ്ട് എലിശുവ തിടുക്കത്തിൽ സന്തോഷത്തോടെ എതിരെ വരുന്ന ആ വെറും ബാലികയെ ആദരിച്ചുകൊണ്ട് വിളിക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ കേവലം 13 വയസ്സുള്ളൊരു ബാലിക, ചാർച്ചക്കാരിയായ ഒരു ബാലിക എലിശുവയെ സഹായിപ്പാൻ കടപ്പെട്ടവളാണ് എങ്കിലും ഈ ഉദരത്തിലുള്ള ശിശുക്കളുടെ ആ ട്രാൻസ്മിഷൻ, ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അതുവരെയുള്ള ബന്ധങ്ങളിൽ നല്ല മാറ്റം വന്നുകൊണ്ട് വളരെ ആദരവോടെ എലിശുവ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം എന്നുള്ള പ്രാർത്ഥന ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ അധ്യായങ്ങളിൽ ഗബ്രിയേൽ മാലാഹായും എലിശുബായും ഒക്കെ പറയുന്ന പ്രാർത്ഥനകളാണ്. അത് ചൊല്ലാൻ ഇന്നത്തെ ആളുകൾക്ക് ചിലർക്ക് മടിയാണ്. വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ്. ഏറ്റവും അവസാനത്തേത് ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളൊരു അപേക്ഷ മാത്രമേ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വചനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത്രമാത്രം ദിവ്യമായ ഒരു സമാഗമനത്തിൻ്റെ ഓർമ്മയുടെ പരിപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. കർത്താവ് തൻ്റെ ജനത്തെ സന്ദർശിപ്പാനായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് വരൾച്ചയും വന്ധ്യതയും അതുപോലെ തന്നെ വാർദ്ധക്യവുമായി ഇരിക്കുകയാണ്. ഈ പ്രകൃതി മുഴുവൻ വരണ്ട ഉണങ്ങി നിൽക്കുകയാണ്. അതിനെ നനച്ച് നല്ല മനോഹരമായ ഒരു ഉദ്യാനമാക്കി തീർക്കുവാനായി കർത്താവിൻ്റെ സന്ദർശനം കൊണ്ട് അതിനെ, ആ അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റുന്നു. അങ്ങനെ തിടുക്കത്തിൽ മറിയാം എലിശുബായുടെ അടുക്കിലേക്കുള്ള വരവ്, പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ കാത്തിരിക്കുന്ന ഒന്നാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നോക്കിയാൽ ഒരുപാട് വന്ധ്യതയുടെയും വാർദ്ധക്യത്തിൻ്റെയും വരൾച്ചയുടെയും ഒക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വന്ധ്യതയെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല, സ്നേഹമില്ലാത്ത അവസ്ഥയും വന്ധ്യതയാണ്. അനേകം കുടുംബങ്ങളിൽ പരസ്പരം സ്നേഹിക്കുവാനോ കരുതുവാനോ സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ മാസത്തിലെ ഒരു പത്രത്തിലുണ്ടായിരുന്നു, 8 മക്കളുള്ള ഭാസ്കരൻ എന്ന് പറയുന്ന 88 വയസ്സുകാരൻ അനാഥാലയങ്ങളിലൊക്കെ ചുറ്റി നടന്ന് അവസാനം ഒരു മോൻ്റെ വീട്ടിൽ വന്ന് കെട്ടിത്തൂങ്ങി ചത്തു. ചിലപ്പോൾ അപ്പൻ്റെ കുഴപ്പമായിരിക്കും, ചിലപ്പോൾ മക്കളുടെ കുഴപ്പമായിരിക്കാം. പക്ഷേ ഇതുപോലെയുള്ള അനേകം ഭവനങ്ങളുണ്ട്. വേറെ ഒരു കഥ കേട്ടു,
77 വയസ്സുള്ള ഏലിയാമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ കഷ്ടപ്പെട്ട് പാത്രം കഴുകി മക്കളെ പഠിപ്പിച്ചു. ഒരാൾ അമേരിക്കയിൽ പോയി, ഒരാൾ ഇംഗ്ലണ്ടിലും പോയി. അമ്മ അനാഥാലയത്തിൽ പോവുകയാണ്, അവിടെ സ്ഥലം കിട്ടുമോ എന്ന് നോക്കി പോവുകയാണ്. കാശൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, സ്നേഹം ലഭിക്കുന്നില്ല. ഇതാണ് വരൾച്ച, വന്ധ്യത എന്ന് പറയുന്നത്. സ്നേഹമില്ലാത്ത അവസ്ഥയാണ്. മാതാപിതാക്കളെ കരുതുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാം ഭൗതികമായ ലാഭനഷ്ട കണക്കുകളുടെ ആ കണക്കിൽ മാത്രം ആശ്രയിച്ച് ഇത് പഠിച്ചാൽ ഇത് കിട്ടും, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നുള്ള പരക്കം പായലിൽ വ്യക്തിബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ നശിച്ച് നമ്മളൊക്കെ ഓരോ ചെറിയ ചെറിയ തുരുത്തുകളായി നമ്മുടെ കഷ്ടപ്പാടിൽ ഇങ്ങനെ ഇരുന്ന് വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വരൾച്ചയുടെ, വന്ധ്യതയുടെ, വാർദ്ധക്യത്തിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അവൻ തൻ്റെ ജീവനെ നമുക്കായി ദാനം ചെയ്തു. അവൻ സ്വയമായി ഒന്നും സ്വീകരിക്കാതെ ദാസ്യവേഷമെടുത്ത് മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യാവതാരം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ലാസറിനെ ഉയർപ്പിച്ചതോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതോ ഒക്കെ ഇന്ന് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങളാണ്. എന്നാൽ ദൈവം മനുഷ്യനായി തീരുക എന്ന് പറയുന്ന ആ മനുഷ്യാവതാരം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നത് അത് വലിയൊരു രഹസ്യമാണ്. നമ്മുടെ മനസ്സിന്, ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്ന സർവ്വലോകങ്ങളെയും നിയന്ത്രിക്കുന്നവനായ ദൈവം പരിമിതനായി മറിയാമിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട് ഇന്ന് നമുക്ക് കാണപ്പെടുവാൻ തക്കവണ്ണം നമ്മെപ്പോലെ ആയിത്തീരുന്നു. അവിടെയാണ് ആ സ്നേഹത്തിൻ്റെ പാരമ്യം. ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ വാർദ്ധക്യം മാറുന്നു, വൃദ്ധത മാറുന്നു, വന്ധ്യത മാറുന്നു, വരൾച്ച മാറുന്നു, സ്നേഹമുള്ളതായി തീരുന്നു. മറിയാം 3 മാസം അവിടെ താമസിച്ചു എന്ന് പറയുന്നുണ്ട്. 6, 3, 9 മാസം എലിശബായുടെ പ്രസവമൊക്കെ കഴിഞ്ഞ്, ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മറിയാം തിരികെ പോയത്. ആ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ ഈ വന്ധ്യത നമ്മെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നമ്മൾ സ്വാർത്ഥരായിട്ടാണ് വളർത്തുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുവാനായി അവരെ പഠിപ്പിക്കണം. അവർക്ക് ആശ്രയം, പരമമായ സന്തോഷം ദൈവമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയത്തക്കവണ്ണം ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം കേൾക്കാനായി അവസരമുണ്ടാകണം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നീ എൻ്റെ ദൈവമെന്ന് പറയാനായി ഇവരെ രൂപപ്പെടുത്തണം. അടുത്ത തലമുറ വരണ്ടു പോകാതെ, വന്ധ്യതയുള്ളതായി തീരാതെ, വാർദ്ധക്യം ബാധിച്ചു പോകാതെ ഊഷ്മളതയോടെ പരിപുഷ്ടിപ്പെടുവാനായി ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. അതിനുശേഷം മറിയാമിൻ്റെ പാട്ടിൽ പറയുന്നത്, അവൻ ഉന്നതന്മാരെ താഴേക്കിടക്കി, വിശപ്പുള്ളവരെ സമ്പന്നരാക്കി, സന്തോഷം കൊണ്ട് സംതൃപ്തരാക്കി, എല്ലാം വിപരീതമായ അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദരിദ്രരെ സമ്പന്നരാക്കി, താണവരെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ ദൈവം ഇതുവരെയുള്ള ബന്ധങ്ങളെല്ലാം മാറ്റിമറിക്കുന്നവനാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ തിടുക്കത്തോടെ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഏലിശുവായെ പോലെ സന്തോഷത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ ആദരപൂർവ്വം സ്വീകരിക്കുവാനും അവിടെയുള്ള സകല ഭൗതികമായ നിയമങ്ങൾ മാറ്റിവെച്ച് ആ സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഞായറാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏലിശുവ മറിയാമും കൂടെയുള്ള ആ സമാഗമനമാണ്. ഒരു പാട്ടിൽ പറയുന്നുണ്ട്, മറിയാമും ഏലിശുബായും 2 വലിയ കപ്പലുകളാണ്. ഒരാൾ പ്രസംഗകനെ പ്രസവിച്ചു, മറ്റയാൾ രക്ഷകനെ പ്രസവിച്ചു. അങ്ങനെ ആ പടകുകൾ രണ്ടും ഈ തീരത്തണഞ്ഞ് ഈ പ്രകൃതി മുഴുവൻ സന്തോഷിക്കുവാനായിട്ട് പോവുകയാണ്. ഇനിയും അടുത്ത മാസം തൊട്ട് നൊയമ്പ് തുടങ്ങുകയാണ്. നൊയമ്പ് എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ എഴുതി വെച്ചേച്ച് നിങ്ങൾ നൊയമ്പ് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കുന്നുണ്ടെന്ന് പറയാനല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നൊയമ്പ് നോക്കുന്നതിൻ്റെ ചിട്ടവട്ടങ്ങൾ അവരെ പരിശീലിപ്പിക്കണം. അവരാരും ചത്തുപോവുകയില്ല. ഈ 1 മാസം ഇറച്ചി വേണ്ട എന്ന് നിങ്ങൾ പറയണം. ചിക്കൻ കഴിക്കാതെ ഉറക്കം വരാത്തില്ലെങ്കിൽ ഇത് നൊയമ്പ് നോക്കുവാൻ ഉള്ളൊരു അവസരമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് നവംബർ മാസം തൊട്ടേ ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങും.
ആർക്കും 25 വരെ പോലും ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുകയാണ്. പ്രിയമുള്ളവരെ, നൊയമ്പ് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ അതിന് വലിയൊരു ശക്തിയുണ്ട്. കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് എഴുന്നള്ളുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ഊഷ്മളമായി തീരുവാനും സ്നേഹമുള്ളതായി തീരുവാനും ഈ വന്ധ്യതയൊക്കെ മാറി മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും സഹോദരീ സഹോദരങ്ങളെ സ്നേഹത്തോടെ കാണുവാനുമൊക്കെ നമ്മുടെ കണ്ണ് തുറക്കുന്ന അനുഭവമായിരിക്കണം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്. അനേകം ആളുകൾ ഭീതിയിൽ കഴിയുക. ഇന്നലെ ഇടുക്കിയിൽ നിന്ന് 3-4 പേര് വിളിച്ചു, തിരുമേനി ഇവിടെങ്ങും കറണ്ടില്ല, ഞങ്ങളെല്ലാം പേടിച്ചിരിക്കുകയാണ്, എപ്പോഴാണ് ഭൂമി കുലുങ്ങുന്നതെന്നറിയാൻ പാടില്ല. നമ്മുടെയൊക്കെ പ്രതീക്ഷ ഈ ലോകം ഇങ്ങനെ സ്ഥിരമായി നിൽക്കുമെന്നുള്ളതാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ സൗധങ്ങളൊക്കെ കെട്ടിപ്പൊടുക്കിയിരിക്കുന്നത്. നിമിഷങ്ങൾ കൊണ്ട് ഇതൊക്കെ അപ്രത്യക്ഷമാകാം. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. ദുഃഖത്തിലും പ്രയാസത്തിലും ആധിയിലുമൊക്കെ കഴിയുന്ന അനേകം ആളുകളുണ്ട്. അവിടെ സ്നേഹത്തിൻ്റെ കതിരൊളി വിതറുവാൻ തക്കവണ്ണം ഈ പ്രാവശ്യത്തെ നമ്മുടെ നോമ്പനുഷ്ഠാനം അതിനുതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏലിശുബായും മറിയാം സന്തോഷത്തോടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ, എൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വന്ധ്യതയുള്ള, വരൾച്ചയുള്ള, വാർദ്ധക്യമുള്ള, മരണമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ജീവൻ്റെ അപ്പമായ നമ്മുടെ കർത്താവ് എഴുന്നള്ളുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ തിടുക്കത്തിൽ ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത്രമാത്രം സന്തോഷത്തോടെ അവനെ സ്വീകരിപ്പാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മൾ എത്രമാത്രം ഒരുങ്ങുന്നുവോ അത്രമാത്രം സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. ആയതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എല്ലാ വിധത്തിലും അനുഗ്രഹകരമായി തീരുവാനും ഏലിശുബായും ആ കുടുംബം മുഴുവനും സന്തോഷിച്ചതുപോലെ ഈ സമൂഹം മുഴുവനും സന്തോഷിപ്പാനിടയാകട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചാർത്തും